ഈ ഇതിന്റെ പത്രസമ്മേളനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സ്പോൺസർ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത് ഗോട്ടികളിയല്ല, ഇത് ഇന്റർനാഷണൽ മാച്ചാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആ ടീം ഇവിടെ വന്ന് കളിക്കുമ്പം സ്വാഭാവികമായിട്ട് ഒരു ഫിഫയുടെ ഒരു അപ്രൂവൽ, ഒരു ക്ലിയറൻസ് വേണമെന്നുള്ളത് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധി ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനും ഒരു സാധാരണ ജനത്തിനും ഉണ്ടാവും. അത് എന്താ പറയുക, ഒരു പക്ഷെ പാർട്ടിയുടെ വിജയമെന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ വിജയമെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന് വ്യാഖ്യാനിക്കപ്പെടാൻ പോകും. കേരളം സമ്പൂർണ്ണമായിട്ടും ദാരിദ്ര്യരഹിത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇനി കോൺഗ്രസിന് ഒരു പക്ഷേ സ്ഥാനം കിട്ടിയില്ല എങ്കിൽ, സ്ഥാനം കിട്ടുക വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പല ഘടകകക്ഷികളും അതിൽ നിന്ന് ഊരിപ്പോരും എന്നൊരു പ്രചാരണമുണ്ട്. അമല, നമസ്കാരം. നമ്മളിപ്പോ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് മിശിഹ എന്നറിയപ്പെടുന്ന മെസ്സിയുടെ വരവ് ഇല്ലാതായിരിക്കുന്നു എന്ന് പറയുന്നൊരു വിഷമ വാർത്ത ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ വെച്ചിട്ടാണ്. കാരണം അത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും, വളരെ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം പോലെ തോന്നും. പക്ഷെ അതിന്റെ പുറകിൽ ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പറയുന്നതിന് കാരണം പ്രത്യേകിച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ്, കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഏപ്രിലാണ് വരുന്നത്. നവംബറിലായിരുന്നു, ഈ അടുത്ത മാസമായിരുന്നു നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ നിൽക്കുന്ന വ്യക്തികൾ. പക്ഷെ എന്നിട്ടും അത് അടുത്ത വിൻഡോയിലേക്ക്, അതായത് മാർച്ചിലേക്കാണ് ഇനി അത് സാധ്യമാകുമെങ്കിൽ സാധ്യമാകാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ട് കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെയും ഒരു രാഷ്ട്രീയമായിട്ട് എല്ലാം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണല്ലോ. അപ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു ചേരുവയിലേക്ക് ചേരുകയാണെന്ന് എനിക്കത് തോന്നുന്നത്. നമ്മൾ എന്താണ് തോന്നുന്നത്? അല്ല, ഇത് ശരിക്കും ഇത് അനൗൺസ് ചെയ്തൊരു സമയമുണ്ടല്ലോ, ആ സമയം തൊട്ട് തന്നെ ഇതിന്റെ ശരിക്കും ദുരൂഹതകളെല്ലാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് താനും. ഇത് 2024 ജാനുവരിയിലാണ് ഇതിന്റെ ഫസ്റ്റ് അനൗൺസ്മെന്റ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ സൈഡിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന സമയത്ത് തൊട്ട് തന്നെ ഇത് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അന്ന് മിനിസ്റ്റർ അർജന്റീന ആൾക്കാരെ പോയി കാണുന്നത് 13 ലക്ഷം രൂപ കണ്ട് സ്പെൻഡ് ചെയ്തിട്ടാണ് പോയി കാണുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കണ്ടിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു സ്പോൺസറെ വേണമെങ്കിൽ അനൗൺസ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് കാണുന്ന ഒരു സ്പോൺസർ വരുന്നു. ആ സ്പോൺസറുടെ ബാക്ക്ഗ്രൗണ്ടും ആ സ്പോൺസറുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പോൺസർ ശരിക്കും പിക്ചറിലേക്ക് വരുന്നു. പിന്നീട് ശരിക്കും എന്താ സംഭവിക്കുന്നുള്ളതിനെ പറ്റി ഒരു ക്ലാരിറ്റി കറക്റ്റായിട്ട് പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഇവന്റ് നടത്താമെന്ന് കൂട്ടിക്കുക. നമ്മുടെ ഇവന്റ് നടത്തുമ്പം ഇവന്റ് നടത്താമെന്ന് കണ്ടിപ്പോൾ ഒരു ഇവന്റ് നടത്തുന്നു. അപ്പോൾ ഇവന്റ് നടത്തുന്ന ആരാ? നമ്മളാണ്. സ്പോൺസർ എന്ന് പറയുന്ന ആളാരാണ്? അതിന് പൈസ മുടക്കുന്ന ആളാണ് അല്ലേ ശരിക്കും. ഇതിനകത്ത് ഈ പരിപാടികൾ ഇപ്പം ഈ മെസ്സി വരുന്നു, അല്ലെങ്കിൽ മെസ്സിയോട് ആരാ സംസാരിക്കുന്നത്, മെസ്സിയുടെ ഇവന്റ് ആരാ കോർഡിനേറ്റ് ചെയ്യുന്നത്, അതിന് പേപ്പർ വർക്കുകൾ ആരാ എടുക്കണ്ടേ, ഫിഫയുടെ അപ്രൂവൽ ആരാ എടുക്കണ്ടേ, ഇതിനകത്തൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സ്പോൺസറാണ്. നമ്മളിപ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്പോൺസറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തരേണ്ടത് ഗവൺമെന്റ് നടത്തുന്ന പ്രോഗ്രാം ആണെങ്കിൽ തരേണ്ടത് ഒന്നെങ്കിൽ മിനിസ്റ്റർ തരണം, അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിന് കാറ്റഗറിയിലുള്ള ആൾക്കാർ തരണം. ഇതൊന്നും അല്ലെങ്കിൽ ഇതിലേക്ക് എറണാകുളത്ത് സംഘാടനം കൊടുത്തിരിക്കുന്ന കളക്ടർക്കാണ് അതിൻ്റെ അധികാരം കൊടുത്തിരിക്കുന്നത് തോന്നുന്നു, അല്ലെങ്കിൽ കളക്ടർ പറയണം. ഇവിടെ ഇവരൊന്നും അല്ല ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതും കാര്യങ്ങളും എല്ലാം സ്പോൺസറാണ്. അപ്പൊ ഈ ഇവന്റ് ശരിക്കും ആരാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ മുൻപതിലേക്ക് വരുന്നത്, ഇവന്റ് നടത്തുന്നുള്ള വലിയൊരു സംശയമാണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, ശരിയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കം തൊട്ടേ ഉണ്ട് ഈ പറഞ്ഞതുപോലെ ആരാണ് ഇത് ആക്ച്വലി ഇത് നടത്തുന്നത് എന്നൊരു ഇഷ്യൂ ഇപ്പോഴും വരാറുണ്ട്. കാരണം ഒരു ചാനലിന്റെ ഉടമയാണ് അതിന് പുറകിൽ സ്പോൺസറായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പ്രസ് മീറ്റുകളിലും മറ്റും. അതേസമയം ഇപ്പോൾ അതിന്റെ കായിക മന്ത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കായിക മന്ത്രി മിക്കപ്പോഴും ഈ പരിപാടി ഏകദേശം ഓണായി എന്ന് വരുമ്പോൾ അദ്ദേഹം വരുന്നു, ഇതിനെപ്പോലെ നടക്കും എന്നൊക്കെ പറയുന്നു. അതല്ലാതെ ഇതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിനെന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെയൊന്നും കാണുന്നുമില്ല. പക്ഷെ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു, സ്വാഭാവികമായിട്ട് ഇതിന് നാളെ വരുമ്പോൾ അത് എന്താ പറയുക, ഒരു പക്ഷെ പാർട്ടിയുടെ വിജയമെന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ വിജയമെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന് വ്യാഖ്യാനിക്കപ്പെടാൻ പോകുന്നത്. അപ്പൊ അവിടെ ഇതിന്റെ പ്രധാന പ്രശ്നം ഈ പറഞ്ഞു വരുന്നത് ഇതിലേക്കാണ്. അതായത് ഇത് ആരാണ് യഥാർത്ഥത്തിൽ ഓർഗനൈസ് ചെയ്യുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം വരുന്നത് ഇത്രയും വലിയ പൈസയുടെ, കാരണം മെസ്സിയെ മാത്രമല്ല കൊണ്ടുവരുന്നത്, മെസ്സിക്ക് പുറകില് അർജന്റീന ടീം മൊത്തമുണ്ട്, ഓസ്ട്രേലിയൻ ടീമും അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ടീമിനെയും ഇതിനെല്ലാത്തിനും പുറകില് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഫിഫ, കാരണം ഫിഫയുടെ അനുമതിയോട് കൂടി മാത്രമേ അത് നടക്കത്തുള്ളൂ. പക്ഷെ അതാണിപ്പോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഒരു ദുരൂഹത എന്ന് പറയുന്നതാണ് ഇതിന് പുറകിൽ നിൽക്കുന്ന കാര്യം. അതുപോലെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഇവന്റ് നടത്തുന്നു, പ്ലാൻ ചെയ്യുന്നു, അതൊരു കൃത്യമായ ഇപ്പം ഈ ഇതിന്റെ പത്രസമ്മേളനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സ്പോൺസർ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത് ഗോട്ടികളിയല്ല, ഇത് ഇന്റർനാഷണൽ മാച്ചാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആസ് ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു സാധാരണ ജനം എന്ന രീതിയിൽ എനിക്കും അതാ പറയാനുള്ളത്. കാരണം ഒന്നാലോചിച്ച് ഇത്രയും വലിയൊരു ഇവന്റ് ഇവർ അനൗൺസ് ചെയ്യുന്നു. ഓക്കെ, അർജന്റീന പോലെ ടീം കേരളത്തിൽ വരുന്നു, കളിക്കുന്നവർ അനൗൺസ് ചെയ്യുന്നു.
അനൗൺസ് ചെയ്തിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നടക്കും. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ഒരു സാധാരണക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അർജന്റീന ടീം ഇവിടെ വരുന്നത് ജസ്റ്റ് വന്ന ഒരു ഹൈ, പണ്ട് മറഡോണ വന്ന പോലെ വന്നൊരു ഹൈ ബൈ പറഞ്ഞിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഫിഫയുടെ അപ്രൂവൽ ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഫിഫയുടെ പ്ലേയേഴ്സ്, രണ്ട് ടീമും, ഇവർ പറയുന്ന രണ്ട് ടീമും ഫിഫയുടെ ഇന്റർനാഷണൽ ടീമുകളാണ്. ആ ടീം ഇവിടെ വന്ന് കളിക്കുമ്പം സ്വാഭാവികമായിട്ട് ഒരു ഫിഫയുടെ ഒരു അപ്രൂവൽ, ഒരു ക്ലിയറൻസ് വേണമെന്നുള്ളത് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധി ഈ നാട്ടിലെ ഒരു സാധാരണക്കാരനും ഒരു സാധാരണ ജനത്തിനും ഉണ്ടാവും. ആ ഒരു ബുദ്ധി കാര്യം പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളിപ്പോ ഒരു ഗായികയെ നമ്മളൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ കൊണ്ടുവരുന്ന പരിപാടിയല്ല ഇത്. ഇത് സത്യത്തിൽ ഫിഫ വേൾഡ് കപ്പ്, അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെടുത്തി അതിന്റെ പ്രൊമോഷൻ വർക്കാണ് ബേസിക്കലി ഇത്. അപ്പൊ അതിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് ടീമുകൾ വന്നിട്ട് പരസ്പരം ഒരു സന്നാഹ മത്സരം അല്ലെങ്കിൽ ഒരു സൗഹൃദ മത്സരം, അപ്പൊ അതിന്റെ ആ ഒരു സ്കോപ്പിനെയാണ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, അത് മനസ്സിലായി. പക്ഷെ അതിനകത്ത് പ്രശ്നം ഞാൻ പറഞ്ഞത്, ഒരു സാധാരണക്കാരിൽ പോലും അറിയാം ഇതിന് ഫിഫയുടെ അപ്രൂവൽ വേണ്ടി വരും. കാരണം ഫിഫയുടെ പ്ലേയേഴ്സ് വരുന്നതും കളിക്കുന്നതുമാണ്. അവരുടെ ഒരു മിനിമം സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പൊ അവർ എന്തെങ്കിലും നമ്മുടെ ഇവിടെ വന്ന് കളിച്ചെന്നിരിക്കട്ടെ, അവർ പരിക്കിന്റെ ഇഷ്യൂ ഗ്രൗണ്ടാണ്, അല്ലെങ്കിൽ ആ പിച്ചിന്റെ പ്രശ്നമാണ്, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കടുത്ത് വേൾഡ് കപ്പിൽ പോലും ചിലപ്പോൾ പ്ലെയറിന് കളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും നിയമങ്ങൾ ഫിഫയ്ക്കുണ്ട്. അതല്ല, ആ ഒരു ബേസിക് ഒരു സാധാരണക്കാരന് മനസ്സിലാവുമെങ്കിൽ ഇതിന്റെ ഈ ഓപ്പറേറ്റർക്ക് അല്ലെങ്കിൽ ഇതിന്റെ സ്പോൺസർക്ക് ഇത് മനസ്സിലാകുന്നില്ല. കാരണം അയാൾ തന്നെ പറയുന്നത് ഗോട്ടികളിയല്ല, ഇത് ഇന്റർനാഷണൽ മാച്ചാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇന്റർനാഷണൽ മാച്ചാന്നൊരു ബോധ്യമുള്ള ഒരാൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എടുക്കേണ്ട ഒരു കാര്യം എന്താണ്? ഫിഫയുടെ അപ്രൂവൽ അല്ലെങ്കിൽ ഫിഫയുടെ മാനദണ്ഡം അനുസരിച്ചുള്ള സ്റ്റേഡിയമാണോ നമുക്കുള്ള. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ റെഡിയാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, 2024 ജാനുവരിയിലാണ് മിനിസ്റ്റർ ഇത് അനൗൺസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്ന് തൊട്ട് ഇതിന്റെ ഗ്രൗണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം. ശരിയല്ലേ? അവർ പറയണം സ്റ്റേഡിയത്തിന് ക്ലിയറൻസ് ഇല്ല എന്ന് പറഞ്ഞു. ആദ്യം ഇവർ ശരിക്കും പ്ലാൻ ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് അനൗൺസ് ചെയ്ത സമയത്ത് ഇതേ സ്പോൺസറുടെ തന്നെ ഒരു ആനിമേറ്റഡ് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. വളാഞ്ചേരി മലപ്പുറം ജില്ലയിൽ എവിടെ ഈ പറഞ്ഞ പോലെ കിലോമീറ്ററോളം റോഡ് ഷോയും കാര്യങ്ങളൊക്കെ വരുന്നു. അതിന് കോടി ആളുകളാണ് അതെ. അതിനുശേഷം പറയുന്നു ഈ മത്സരം തിരുവനന്തപുരത്താണ് വരാൻ പോകുന്നു പറയുന്നു. അതിനുശേഷം പറഞ്ഞില്ല തിരുവനന്തപുരത്തല്ല കൊച്ചിയിലാണ് വരാൻ പോകുന്നു പറയുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ലാസ്റ്റ് മൊമെന്റിലും, അതായത് നാളെ മാച്ച് ഉണ്ടെങ്കിൽ തലേദിവസമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയും ഇതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തുകയും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആക്ച്വലി ഒരു മെസ്സി വരാനുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നെങ്കിൽ ഇത് അനൗൺസ് ചെയ്ത സമയത്ത് തൊട്ട് ഇതിന് സ്പോൺസർ ഇന്നാവുന്നു, അല്ലെങ്കിൽ മിനിസ്റ്റർ അനൗൺസ് ചെയ്യുന്നു, ഇവരിവിടെ ആൾക്കാരെ കാണുന്നു, സ്പോൺസർ ഇന്നാവുന്നു. ആ ഇന്നാവുന്ന ടൈം തൊട്ട് തന്നെ ഇതിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് എന്നതിന്റെ വർക്ക് ശരിക്കും സ്റ്റേഡിയത്തിൽ സ്റ്റാർട്ട് ചെയ്തത് മാക്സിമം സെപ്റ്റംബർ പകുതിയോടെ. ഇത്രയും മാസങ്ങൾ കൊണ്ട് 70 കോടിയുടെ കൺസ്ട്രക്ഷൻ, സീറ്റുകൾ കംപ്ലീറ്റ് എന്തൊക്കെ റീഅറേഞ്ച് ചെയ്യണം, ബാക്കി പ്രിപ്പറേഷൻസ്, പിച്ചിന്റെ അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ പ്രിപ്പറേഷൻസ് ചെയ്യണം. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ചെയ്യാതെ സീറ്റ് മാത്രമൊന്നുമല്ല, അതില് മൊത്തം, അതായത് ആ സ്റ്റേഡിയം മൊത്തം സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ കലൂർ സ്റ്റേഡിയം ഏകദേശം 20,000 പേർക്ക് എന്നതാണ് അതിന്റെ കപ്പാസിറ്റി. അത് ശരിക്കും പറഞ്ഞാൽ ഈ അണ്ടർ 17 വേൾഡ് കപ്പ് നടത്തുന്നത് ആ സമയത്ത് 40,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അത് കുറച്ച് 20,000 കൊണ്ടുവന്നു. കാരണം അതിനുള്ള സ്ട്രെങ്ത് ആ ബിൽഡിംഗിന് ഇല്ല എന്ന് പറഞ്ഞിട്ട് 20,000 കൊണ്ടുവന്നു. ഇപ്പൊ വീണ്ടും എന്ത് ചെയ്യാണ്? ആൾക്കാരുടെ എണ്ണം കൂട്ടുന്നു. അപ്പൊ ആൾക്കാരുടെ എണ്ണം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതനുസരിച്ചുള്ള സ്ട്രെങ്തനിങ് ചെയ്യണം. അവിടെയാണ് പറയുന്നത്. അതെ. അപ്പോൾ മൊത്തത്തിൽ അത് പുള്ളി തന്നെ പറയുന്നുണ്ട് 75 കോടി എന്ന് പറയുന്നത് ആളുടെ എസ്റ്റിമേറ്റ് ആണ്. സ്വാഭാവികമായിട്ട് അത് 75 ഒന്നുമല്ല, 100 കോടിയുടെ കണക്കാണ് പറയുന്നത്. അതും ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് പൈസ ഒരു 10 രൂപ ഉപയോഗിക്കാനായിട്ട് എത്ര നേരം വേണം? അപ്പോ 75 കോടി ഉപയോഗിക്കാനായിട്ട് എത്ര നേരം വേണം അല്ലെ? കാരണം ഇത്രയും വലിയൊരു സ്റ്റേഡിയത്തിലേക്ക് ആക്കേണ്ടതായിട്ടുള്ള സ്റ്റേഡിയമാണ് കലൂർ സ്റ്റേഡിയം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് സമയം ഇഷ്ടം പോലെ വരും. തീർച്ചയായും അതിന്റെ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഇപ്പോ നമുക്ക് എന്തെങ്കിലും ഗവൺമെന്റ് പരമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പേപ്പർ കൊടുത്തോണ്ട് വിവരാവകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കായിരുന്നു. ഇതിപ്പോ അന്താരാഷ്ട്ര കാര്യമായിട്ട് നമുക്ക് വിവരാവകാശം അല്ല. അവിടെ വേറെ ഈ വിവരാവകാശത്തിന്റെ കാര്യത്തിൽ വേറൊരു കോൺട്രവേഴ്സി ഉണ്ട്. അതായത് ഇപ്പം ഒരു സ്പോൺസർ വരുന്നു. അപ്പൊ ഞാൻ കുറച്ചും പറഞ്ഞ സെയിം പ്രോബ്ലത്തിലേക്ക് വരുന്നത്. സ്പോൺസർ വരുന്നു. സ്പോൺസർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഗവൺമെന്റ് ഒരു കരാറോ ഒരു കാര്യങ്ങളോ ഇല്ല, ഒന്നുമില്ല. ഈ 70 കോടി 75 കോടി രൂപ മുടക്കി, അത് ചെറിയൊരു എസ്റ്റിമേറ്റ് അവർ തന്നെ പറയുന്നുണ്ട്, കോടി മുടക്കി ഈ സ്റ്റേഡിയം നവീകരിക്കുക. ഓക്കെ, ഇതിന്റെ ഒരു കോൺട്രാക്റ്റോ ഒരു എഗ്രിമെന്റോ ഒന്നും ഗവൺമെന്റുമായിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തകൻ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് സ്പോൺസർ പറയുന്നത് നിങ്ങളെ വിവരാവകാശം വെച്ചിട്ടുള്ള എന്ന് പറയുന്നത്. അതൊരു കൃത്യമായിട്ട് ധാരണ ഇപ്പൊ ആരും പറയുന്നില്ല. ഇത് ചോദിച്ചാലാണ് ശരിക്കും പറഞ്ഞാൽ മിനിസ്റ്റർ ഒരു മാധ്യമ പ്രവർത്തകനെ നീ വാപ്പോ നിന്നോട് ഞാൻ മറ്റേ ഭാഷ സംസാരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് മിനിസ്റ്റർ അങ്ങോട്ട് സംസാരിക്കുക. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവരെന്തൊക്കെ മിനിസ്റ്ററുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനിസ്റ്റർ കാര്യം വേറൊരു കാര്യമുണ്ട്. വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ശരിക്കും പറഞ്ഞ മിനിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം PK ഫിറോസിനോട് താനൂർ മണ്ഡലത്തിൽ ജയിക്കുന്നത്. അത് ശരിക്കും മുസ്ലിം ലീഗിന്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു താനൂർ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ വളരെ കേവല ഭൂരിപക്ഷത്തിലാണ് ഈ മിനിസ്റ്റർ ജയിക്കുന്നത്. പുള്ളി വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു എന്തൊക്കെയാലും ഖത്തർ വേൾഡ് കപ്പ് ജയിച്ച് നിൽക്കുകയാണ്. അർജന്റീന ജയിച്ച് നിൽക്കുകയാണ്. അപ്പൊ നോക്കി കഴിയുമ്പോഴത്തേക്ക് പുള്ളി നോക്കിയപ്പോൾ ആ ഒരു പ്രദേശത്ത് ഈ ഫുട്ബോളിന്റെ ഭയങ്കരമായ ആരാധകരും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും.
എന്നാൽ പുള്ളിയുടെ അടുത്ത് ഏതോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്ത് ചെയ്തു, ചെക്ക് ചെയ്തില്ലേ. ഒരു മിനിസ്റ്റർ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ആരാണ് ഇത് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്, ഗവൺമെന്റ് സൈഡിൽ നിന്ന് ചെയ്യാനുണ്ട്, നടക്കുന്ന പരിപാടിയാണോ, ഇത് ഒരു ഫാക്ട് ചെക്ക് ഒന്നും ചെയ്യാതെ പുള്ളി എന്ത് ചെയ്തു, പുള്ളി ചാടിക്കറി രാവേഷ് കുമാർ ആയിപ്പോയത്, പുള്ളി ചാടിക്കറിങ്ങി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ബേസിക് ഗ്രൗണ്ട് വർക്ക് നടക്കണ്ടേ, ഇത് ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല, പുള്ളി അങ്ങ് പ്രഖ്യാപിച്ചും പോയി. എന്നിട്ട് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ സംഭവം നടക്കും അല്ലെങ്കിൽ മെസ്സി വരും എന്നൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും മിനിസ്റ്റർ ഇന്നാവും. മിനിസ്റ്റർ ഇന്നിട്ട് നമ്മളാണ് ഇത് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കും. മാറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലം വരും, എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ സ്പോൺസറുടെ തലയിലേക്ക് ഇട്ട് വെക്കും. അട്ട് ഇത് മെസ്സി വരുന്നൊരു അതെ. അത് മാത്രമല്ല, ഈ വരുമെന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ല മിനിസ്റ്ററും ഈ പറഞ്ഞ സ്പോൺസറും ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇതിന്റെ അവലോകന യോഗം പെട്ടെന്ന് വിളിക്കുന്നു. ആരുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൊരു അവലോകന യോഗം വിളിക്കുന്നു. സാറിന് അവലോകന യോഗങ്ങളുടെ ഒന്നും വീഡിയോസ് ഒന്നും പുറത്തു വരുന്നതല്ല. പക്ഷെ ഈ ഒരു പ്രത്യേക അവലോകന യോഗത്തിന്റെ വീഡിയോ അടക്കം പുറത്തുനിന്നുണ്ട്. കാരണം എന്താ, ഇതിൽ ക്രെഡിറ്റ് ആണ് പ്രശ്നം. ഇത് ക്രെഡിറ്റ് മീൻസ് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്, സ്പോൺസർ പറയും ഞാൻ കൊണ്ടുവന്നതാണ്. എവിടെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു ആരാണ് നടത്തുന്നുള്ളതിനെ പറ്റി ഇപ്പോഴും പൊതുജനത്തിന് അറിയാവോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള എന്റെ മറുപടി എന്ന് പറയുന്നത്. അമലെ, അപ്പോൾ ഇതിന്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാല് ആദ്യമേ നമ്മൾ പറഞ്ഞു ഒരുപാട് നിഗൂഢമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഇതിന്റെ ഒരുപാട് പുറകിൽ ഒരുപാട് അണ്ടർപ്ലേസ് നടക്കുന്നുണ്ട് എന്നൊക്കെ. തീർച്ചയായും ഈ വരുന്ന ഏപ്രിലിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പാലം പോലെയാണ് പലരും ഇതിനെ കാണുന്നത്. അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അത്രമാത്രം, കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ എഞ്ചിനീയറിംഗ് അതാണ് അതിന്റെ ഏറ്റവും ബേസ് ആയിട്ട്. നമ്മളിപ്പോ കണ്ടു, അതിപ്പോ കേന്ദ്രത്തിലെ ഇപ്പൊ മോദി അധികാരത്തിൽ വരുന്നതിലും ശക്തമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ബോംബെയിലൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലൊക്കെ അത് വളരെ വ്യക്തമായിരുന്നു. ഇപ്പൊ കേരളത്തിലും അത് ഇനി അപ്ലൈഡ് ആവാൻ പോകുന്നു എന്താണ് അതിന്റെ അവസ്ഥ. ഇനി നമ്മുടെ ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇത് പുറത്തു പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും ഒരു റൂമർ പോലെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ഈ അടുത്ത വട്ടവും ഇനി കോൺഗ്രസിന് ഒരു പക്ഷേ സ്ഥാനം കിട്ടിയില്ല എങ്കിൽ, സ്ഥാനം കിട്ടുക വെച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പല ഘടകകക്ഷികളും അതിൽ നിന്ന് ഊരിപ്പോരും എന്നൊരു പ്രചാരണമുണ്ട്. അതിൽ തന്നെയാണ് പറയപ്പെടുന്ന മുസ്ലിം ലീഗും. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൽ നിന്നിരുന്ന ഒരു വ്യക്തി പിന്നീട് അത് സ്വതന്ത്രനായ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മാറി ഇന്നിപ്പോൾ കായിക മന്ത്രിയായി നിൽക്കുന്നു. ആ കായിക മന്ത്രിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള കണക്ഷൻസ് വല്ലാതെ ഉണ്ട്. കാരണം ഇത് നടത്തിയാലും നടത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ കുളം കലക്കിയാലും ഒതുക്കാനുള്ളത് ഒതുക്കാം, പൈസ. പിന്നെ അതിനിടയിൽ മറ്റൊരു ഞാൻ വാർത്ത കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കള്ളപ്പണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എത്രത്തോളം പൈസ വെളുപ്പിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതെ, എത്രത്തോളം നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ എടുത്താൽ പോലും നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെ? കാരണം ഇതിനൊരു വ്യക്തമായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പേജ് ഉണ്ട് അപ്പുറത്ത്. നിലവിലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷൻ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പം അങ്ങനെ സംസാരിക്കുമ്പം വരുന്ന ഇലക്ഷനിൽ ആര് ജയിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു തുല്യ പ്രാധാന്യം രണ്ട് പാർട്ടികൾക്കും അല്ലെങ്കിൽ രണ്ട് മുന്നണികൾക്കും ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു അജണ്ട ഞാൻ കാണുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു അജണ്ട ഞാൻ പറയണത്, ഇപ്പോൾ ഇനി ഒരു തവണ കൂടെ LDF ജയിച്ചു എന്ന് വിചാരിക്കുക, കേരളത്തിൽ ജയിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം മീൻസ് അവർക്കൊരു ഭയങ്കരമായ ഒരു സോഷ്യൽ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുടെ ഒക്കെ ഒരു ഹൈപ്പ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ സംഭവം നടന്നിരുന്നെങ്കിൽ, ഇപ്പോൾ ഇത് മാർച്ചിലാണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഹൈപ്പ് കൂടെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടും, ശരിയല്ലേ? അപ്പം അങ്ങനെ ഒന്ന് LDF തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് 3 ടൈമിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടുക. അപ്പോൾ ഒന്ന് ആലോചിച്ചു, ഇതിൽ നിൽക്കുന്ന മുന്നണി, ഇതിൽ അകത്ത് നിൽക്കുന്ന ഘടകകക്ഷികൾ, ഇപ്പം കുറച്ചും പറഞ്ഞ ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുണ്ട്. അപ്പോൾ അവരുടെ ആലോചിച്ച് നോക്കി, ഈ 15 വർഷമായിട്ട് അവർക്കൊരു ഭരണം, അവർക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരും റീതിങ്ക് ചെയ്തു തുടങ്ങും. മനസ്സിലായി? അത് ഇതിനകത്തൊരു ഫാക്ടറാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രാമാസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസിന് ശരിക്കും പറഞ്ഞാൽ ജയിക്കണമെങ്കിൽ ജയിക്കാം, പക്ഷെ എത്രത്തോളം ജയിക്കണമെങ്കിൽ ജയിക്കാന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഈ ഘടകകക്ഷികളുടെ പിന്തുണയോടെയൊക്കെ കോൺഗ്രസ് ജയിക്കാൻ പറ്റും, പക്ഷെ എത്രത്തോളം സീറ്റ് കിട്ടും എന്നുള്ളത് ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിനകത്ത് പണ്ടുകാലം തൊട്ടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗ്രൂപ്പ് അടിയിടി പ്രശ്നങ്ങൾ. ഞാൻ കഴിഞ്ഞൊരു 6 മാസക്കാലം മുമ്പ് വരെ കോൺഗ്രസ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ആവശ്യമില്ലാതെ ഈ ഇഷ്യൂസ്, ഗ്രൂപ്പ് പോരുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്ക്, പടലപ്പിടക്കങ്ങൾ, ഇതെല്ലാം വന്നിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനും ആ ഒരു പ്രയോറിറ്റി, എന്താ പറയുക, ഒരു മുൻഗണന ശരിക്കും പറഞ്ഞാൽ ഇപ്പം നഷ്ടമായിട്ടുണ്ട്. അപ്പം ഇത് യൂസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ആര്,
BJP എന്ന് പറഞ്ഞ മൂന്നാമത് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരും ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആലോചിച്ച് അടുത്ത ഇലക്ഷൻ അവർ പ്രത്യക്ഷത്തിലുണ്ടാവില്ല, പരോക്ഷമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ LDF സപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ സെയിം സംഭവം LDF തന്നെ അടുത്തായിട്ട് വീണ്ടും വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കുറച്ചും കുറഞ്ഞ കാര്യം വീണ്ടും സംഭവിക്കും. എന്ത് സംഭവിക്കും? കോൺഗ്രസിന് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് 3 വർഷമായിട്ട് ഭരണമില്ല, നിൽക്കുന്ന ഘടകകക്ഷികൾ റീതിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അല്ല, തീർച്ചയായും ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചിന്തിക്കും. അതായത് ഇപ്പോൾ നവംബറിൽ ഈ പരിപാടി നടന്നില്ല, ഇനി അവരവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ഇന്ന് നമ്മൾ പറയുന്ന അവരുടെ ഒരു ഓർഗനൈസേഷന്റെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ മൂലം അവർക്ക് നവംബറിൽ ഈ പരിപാടി നടത്താൻ സാധിച്ചില്ല. മാർച്ചിലാണ് നടത്തുന്നത് വിചാരിക്കാം. അത് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വിജയമായിട്ട് മാറും. അത് തീർച്ചയായും മലബാർ സൈഡിന് മൊത്തമായിട്ടും അവർക്ക് അനുകൂലമാക്കി മാറ്റുവരെ. നമുക്കറിയാം മലപ്പുറം കോഴിക്കോട് ഒന്നും അതിന് മാത്രം CPM-നെയോ അല്ലെങ്കിൽ CPM പെട്ടെന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ LDF എന്ന വാക്കിനാണ് ഉദ്ദേശിക്കുന്നത്. LDF-നെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ അതിന് മാത്രം ശക്തമാക്കുന്ന ഒരു ഘടകമല്ല. പക്ഷേ ഇത്തരത്തിൽ, അതായത് കാരണം നമുക്കറിയാം മലബാറിലാണ് ഫുട്ബോളിന്റെ ഏറ്റവും കേരളത്തിൽ ഒരു വേര് ഊറിക്കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ഒരു പക്ഷേ ഇതിങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ മെസ്സിയെയും അർജന്റീനയെയും ഓസ്ട്രേലിയയെയും ഇവിടെ കൊണ്ടുവന്ന് കേരള മുന്നിൽ കൊണ്ടുവന്ന് ഒരു സന്നാഹ മത്സരം നടത്തുവാനായിട്ട്, അതും FIFA വേൾഡ് കപ്പിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. അത് തീർച്ചയായും അതിന്റെ ഒരു കാണികൾക്കും ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഹൈപ്പ് സ്വാഭാവികമായിട്ട് അവർക്ക് അതിന് കിട്ടുകയും ചെയ്യും. അത് അങ്ങനത്തെ ഒരു കാര്യം തന്നെയാണ്. അല്ല, ഒരുപാട് പരിപാടികൾ ഇപ്പൊ തൃശ്ശൂർ തന്നെ ഫസ്റ്റ് ഏഷ്യയില് രണ്ടാമത്തെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് ഇത് തുടങ്ങുകയാണ്. അതിപ്പോഴും ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കും എല്ലാം ഇങ്ങനെ ഉദ്ഘാടനങ്ങൾ വരും ഒരുപാട്. മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും ഓസ്ട്രേലിയയും ഒട്ടും ഞാൻ കുറച്ച് കാണുന്നില്ല. അവരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ കേരളത്തിന്റെ, എനിക്ക് നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് കേരളത്തിൽ സത്യം പറഞ്ഞ ഒരുപാട് നല്ല ഫുട്ബോൾ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരിക്കലും ജർമ്മനിയിലൊക്കെ പോയിട്ട് കളിച്ചിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്, മുള്ളറിന്റെ കൂടെ ഒക്കെ അന്ന് കളിച്ചിട്ടുള്ള എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ട്. പക്ഷെ അവനൊന്നും പിന്നീട് ഒന്നും പോകാൻ പറ്റില്ല. എന്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നാട്ടിൽ ഒരു 10ാം ക്ലാസ് +1 +2 വരെയൊക്കെ നന്നായിട്ട് സ്പോർട്സ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. പക്ഷെ അതിന് മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കേരളം വിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒബ്വിയസ്ലി വേണം. അതിനപ്പുറത്തേക്ക് വേണ്ട ഒരു നാഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായി. അല്ലാണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും തുടങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ഇപ്പൊ ഗവൺമെന്റിന്റെ അടക്കമുള്ള പല പദ്ധതികളും തുടങ്ങും. ഇപ്പം KSRTC ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ വാഷ്റൂംസ് കേരളത്തിൽ മുഴുവൻ തുടങ്ങി വെക്കും, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് തുടങ്ങി വെക്കും. പക്ഷെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാറ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെയും കാര്യം. ഇപ്പൊ 2017 ഫിഫയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞ അണ്ടർ-17 വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ നമ്മുടെ സ്റ്റേഡിയം തന്നെ മെയിൻറ്റെയിൻ ചെയ്തതാണ്, അതിന്റെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചതാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു? പണിത് തീർത്തു, ആ പൈസ അവിടെ പൊട്ടിച്ചു പോയി. അതിനുശേഷം പിന്നീട് സംഭവിക്കണം, ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽ പ്ലേയേഴ്സിന് ഇത്തരത്തിലുള്ള ലോക്കൽ ഗെയിമുകൾ നമുക്ക് വീണ്ടും സംഘടിപ്പിക്കാനായിട്ട് പറ്റും. ഇത് നടക്കുന്നില്ല, ഈ മെയിൻ്റെനൻസ് നടക്കുന്നില്ല. കാശ് പൊട്ടിക്കാനും ആ ഒരു മത്സരം കഴിയാനും ഒക്കെ എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷെ അതിനുശേഷം ഇത് അതേപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇന്നും അതേ സ്റ്റാൻഡേർഡിലുള്ള സാധനം കിടക്കുകയല്ലേ? അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, തീർച്ചയായും വളരെ നല്ലൊരു പോയിന്റാണ് അത് പറഞ്ഞത്. കാരണം മിക്കപ്പോഴും ഒരു ഓളം സൃഷ്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ആളുകൾ കൊണ്ടുവരുന്നത്. ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ഞാൻ പറയും അവർ കൊണ്ടുവരുന്നത്. പക്ഷെ അതിനുശേഷം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ അത് ഉപകാരപ്രദമാക്കാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 70 കോടി കൊടുത്തുകൊണ്ട് വീണ്ടും ഇതിങ്ങനെ ആക്കി വരേണ്ട അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് എന്തായാലും ഇലക്ഷൻ അടുത്തടുത്ത് വരികയാണല്ലോ, ഇനി നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ അതിനകത്ത് വേറൊരു കാര്യം പറയാൻ ഇനി വരാൻ ഏറ്റവും വലിയ കാര്യം നവംബർ 1 കേരളം സമ്പൂർണ്ണമായിട്ടും ദാരിദ്ര്യരഹിത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പക്ഷെ എത്രത്തോളം ഫാക്ട് ഉണ്ടെന്നുള്ളതൊക്കെ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പല വീടുകളിലും ക്യാമറയായിട്ട് കയറി ഇറങ്ങി നിരങ്ങേണ്ട വരും ഇതിന്റെ ഫാക്ട് ശരിക്കും പുറത്ത് കൊണ്ടുവരാനായിട്ട്. ഈ അടുത്ത് ബീഹാറില് നമ്മുടെ കുറച്ച് മീഡിയ പ്രവർത്തകർ പോയിരുന്നു, കണ്ടായിരുന്നു? ഇല്ല. അതായത് ബീഹാറില് BJPയുടെ കൊട്ടകയാണെന്നൊക്കെ പറയുന്നതാണ് ബീഹാർ. അപ്പൊ അവിടുത്തെ ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ ക്യാമറയുമായിട്ട് ചെല്ലുന്നു. അപ്പൊ ചില ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നു. ഒരാൾക്കും MBBS ഇല്ല, ഒന്നുമില്ല. അവരുടെ അവിടുത്തെ അതായത് തൊട്ടടുത്തൊന്നും അവർക്ക് മെഡിക്കൽ കോളേജ് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ പറഞ്ഞു വരുമ്പോ സമ്പൂർണ്ണമായിട്ടുള്ള ഉദാഹരണമാണ് നടക്കുന്നത്. എന്ത് ഉദാഹരണം അല്ല, ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇതാണ്. കാരണം അവരെന്തായാലും പ്രഖ്യാപിക്കാനായിട്ട് തീരുമാനിച്ചു വെച്ചിരിക്കുക. പക്ഷെ അതിന് മുമ്പായിട്ട്
അവരുടെ ആൾക്കാർ തന്നെ ദയവ് ചെയ്ത് കേരളത്തിലുള്ള നാടുകളിലൊക്കെ പോയിട്ട് ഈ ഉറപ്പായിട്ടും ചീത്തപ്പേർ ഉണ്ടാകുന്നുള്ളതൊരു സംശയമില്ല. കാരണം നമ്മുടെ നാട് സമ്പൂർണ്ണമായിട്ടും ദാരിദ്ര്യം മുക്തമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കണ്ടീഷൻസ് അപ്ലൈ ആണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു കേരളത്തിന്റെ തെരുവീതികളിൽ ഒരു മലയാളി പോലും കൈ നീട്ടി കാശ് പിരിച്ച് നടക്കുന്ന കാണാനുള്ള സാഹചര്യം ഉണ്ടാവാനായിട്ട് പാടില്ല. ശരിയാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ പോലും ഈ പറഞ്ഞ ബാങ്കിന്റെ മുമ്പിൽ ജപ്തി പേടിച്ച് മുമ്പ് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് എന്ത് പ്രഖ്യാപിക്കാം? ദാരിദ്ര്യ മുക്ത സംസ്ഥാനം പ്രഖ്യാപിക്കാം. അല്ലാത്തൊരു മൊമെന്റിൽ അത് പ്രഖ്യാപിക്കുന്നത് വീണ്ടും അവർക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യത്തേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത്. അല്ല, ഇതെല്ലാം രാഷ്ട്രീയമാണല്ലോ. കാരണം തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതെ. അപ്പൊ അതിന് മുമ്പ് ചെയ്യുന്ന ചില അല്ലാതെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഇനിയിപ്പോ നടക്കുന്ന എല്ലാ പ്രഖ്യാപനങ്ങളും എല്ലാ കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈസിലി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എലക്ഷൻ. അപ്പം നമുക്കും പറയാനുള്ളതാണ്, നമ്മുടെ ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ ചർച്ചകളും നമ്മുടെ ഡിസ്കഷൻസും പലതും കുറച്ചുകൂടി പൊളിറ്റിക്കൽ ആസ്പെക്ടിൽ ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നമുക്ക് മുമ്പോട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും. അതിലേക്ക് നമുക്കറിയാം, ഇവിടെ കാനഡ നമ്മൾ പുറത്ത് ഒരു ഫോറിൻ കൺട്രിയിലാണ് എങ്കിൽ കൂടിയും ഇവിടെയും ഉണ്ട് ഒരുപാട് LDF സഹയാത്രികരും അല്ലെങ്കിൽ UDF സഹയാത്രികരും അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ, മറ്റു ഇതര പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നവരും വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്ക് സീരീസ് പോലെ തുടരാം. ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ്, പോഡ്കാസ്റ്റുകൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാം.